സ്വന്തം മക്കളിൽ പോലും നിർഭയത്വം കാണാനാവാത്ത മാതാപിതാക്കൾ, വൈകുന്നേരം പിതാവിനെ കാത്തിരിക്കുന്ന പിഞ്ചോമന പൈതങ്ങൾക്ക് വാപ്പ വന്നിട്ടുറങ്ങാം, വാപ്പ വന്നിട്ട് വിശ്രമിക്കാം, വാപ്പ വരുവോളം കാത്തിരിക്കാമെന്ന് വിചാരിച്ച പിഞ്ചോമന പൈതങ്ങൾക്ക് മധുര പലഹാരത്തിൽ മാരക വിഷം കൊടുത്ത് സ്വന്തം മക്കളെ കൊന്നുകളഞ്ഞ പിതാവിന്റെ നിരുത്തരവാദപരമായ മനസ്സിനെ കുറിച്ച് ആലോചിക്കുമ്പോൾ ഭയം തോന്നുന്നില്ലേ സഹോദരങ്ങളെ? പേടി തോന്നുന്നില്ലേ നമുക്ക്? സ്നേഹവത്സരരായ സ്വന്തം മക്കൾക്ക് പിതാവിൽ നിർഭയത്വമില്ലെങ്കിൽ, പ്രായപൂർത്തിയെത്തിയ ആരോഗ്യമുള്ള മകനിൽ മാതാപിതാക്കൾക്ക് നിർഭയത്വമില്ലെങ്കിൽ എത്ര ഭീകരമാണ് നമ്മുടെ ജീവിത ചുറ്റുപാടുകളെന്നൊന്ന് ആലോചിച്ചു നോക്കൂ നിങ്ങൾ. നിർഭയത്വത്തോടുകൂടെ ജീവിതത്തിന്റെ ആസ്വാദനങ്ങളിൽ മതിമറന്നിരിക്കുമ്പോൾ മുഴങ്ങിക്കേട്ട വെടിയൊച്ചകളുടെ ശബ്ദങ്ങൾ അന്തരീക്ഷത്തിൽ നിന്ന് അപ്രത്യക്ഷമായെങ്കിലും ഇന്നും ഞെട്ടി ഉണരുന്നില്ലേ രാത്രി നമ്മുടെ മക്കൾ? ബോംബെയിലെ ഭീകരാക്രമണത്തിന്റെ ചിത്രങ്ങൾ കണ്ട കുട്ടികൾ രാത്രി ഞെട്ടി ഉണരുന്നില്ലേ? അവർക്കുറങ്ങാൻ കഴിയാതെ വരുന്നു. ബോംബെ നമ്മുടെ നാട്ടിൽ നിന്ന് എത്ര ഘാതങ്ങൾക്കപ്പുറത്താണ്. പക്ഷേ ഉത്തരവാദിത്തമില്ലാതെ കൊടും വനങ്ങളിൽ മൃഗങ്ങൾക്കു നേരെ പോലും വേട്ടയാടുന്നവർ ധൈര്യപ്പെടാത്ത രൂപത്തിൽ മനുഷ്യന്മാർ അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുന്ന ഒരു ഇന്റർനാഷണൽ ഹോട്ടലിലേക്ക് വെടിയുതിർത്തുമ്പോൾ മനുഷ്യൻ പിടഞ്ഞു മരിക്കുന്നത് കാണുമ്പോൾ യാതൊന്നും തോന്നാത്ത മാനസികാവസ്ഥയെ കുറിച്ച് ഓർക്കുമ്പോൾ പരിഭ്രമിക്കുന്നില്ലേ നമ്മൾ? ഭയപ്പെടുന്നില്ലേ നമ്മൾ? എന്റെ ജീവിതത്തെ നശിപ്പിച്ച എന്റെ അനുജത്തിയെ ഞാൻ ജീവിക്കാൻ വിടില്ല, അവളുടെ വിവാഹം നടത്താൻ ഞാൻ സമ്മതിക്കില്ല, 30 ലക്ഷം രൂപ എനിക്ക് തന്നാലേ ഞാൻ വഴങ്ങൂ എന്ന് പറഞ്ഞ ഒരു ചെറുപ്പക്കാരനെ ദിവസങ്ങൾക്ക് മുമ്പ് ഞാൻ പരിചയപ്പെട്ടു. ആലോചിച്ചു നോക്കൂ നിങ്ങൾ. 30 ലക്ഷം വാപ്പ എനിക്ക് തന്നാലല്ലാതെ സ്വന്തം അനുജത്തിക്ക് വിവാഹം വന്നാൽ ഞാൻ സമ്മതിക്കില്ലെന്ന് പറയുന്ന ഒരു മകനെ ഭയപ്പെട്ടുകൊണ്ട് രാത്രി ഉറങ്ങുന്ന മാതാപിതാക്കളെ കുറിച്ച് ചിന്തിച്ചു നോക്കൂ സഹോദരങ്ങളെ. എത്ര ഭയാനകമാണ് നമ്മുടെ ചുറ്റുപാടുകൾ. പ്രായപൂർത്തിയെത്തി ഭക്ഷണം കൊടുത്ത് വളർത്തിക്കൊണ്ടുവന്ന് മടിയിൽ നിന്ന് ഇറക്കി വെക്കാതെ പോറ്റി വളർത്തിയ മകൾ വിവാഹത്തിൽ വാപ്പയുടെയും ഉമ്മയുടെയും സന്തോഷങ്ങളും ആശീർവാദങ്ങളും അനുഗ്രഹങ്ങളും ഏറ്റുവാങ്ങി വീട്ടിൽ നിന്ന് പുതുവസ്ത്രങ്ങൾ അണിഞ്ഞ് പുതുമണവാളന്റെ കൈപിടിച്ചിറങ്ങിപ്പോകേണ്ട പെൺകുട്ടി മതം നോക്കാതെ, ജാതി നോക്കാതെ, യോജിപ്പ് നോക്കാതെ, വാപ്പയുടെയും ഉമ്മയുടെയും സമ്മതം നോക്കാതെ കോയിൻ ബൂത്തിൽ കയറി 1 രൂപ നാണയമിട്ട് വാപ്പയ്ക്ക് വിളിച്ച് ഇനി എന്നെ കാത്തിരിക്കേണ്ടതില്ലെന്ന് പറയുന്ന നിരുത്തരവാദപരമായ മക്കളുടെ പെരുമാറ്റത്തെ കുറിച്ച് ആലോചിക്കുമ്പോൾ ഭയം തോന്നുന്നില്ലേ നമുക്ക്? ഭയം തോന്നുന്നില്ലേ നമുക്ക്? രാത്രി സമയത്ത് മദ്യപിച്ച് വീട്ടിലേക്ക് വന്ന് വാപ്പയെയും ഉമ്മയെയും പൊതിരെത്തല്ലുന്ന മക്കളെ ഭയപ്പെട്ടുകൊണ്ട് ഉറങ്ങുന്ന ഒരു ചുറ്റുപാടിനെ കുറിച്ച് ആലോചിക്കുമ്പോൾ ഭയം തോന്നില്ലേ നമുക്ക്? എന്താണ് സഹോദരങ്ങളെ പരിഹാരം? എന്താണ് പരിഹാരം? നാം ഓരോരുത്തരും ആലോചിക്കേണ്ടതുണ്ട്, ചിന്തിക്കേണ്ടതുണ്ട്. ഇവിടെയാണ് ഇത്തരം പ്രഭാഷണങ്ങളുടെയും സംസാരങ്ങളുടെയും ഒക്കെ പ്രസക്തി നിലകൊള്ളുന്നത് സഹോദരങ്ങളെ. ഇതൊന്നും നമുക്ക് ഇടപെട്ട് പരിഹരിക്കാൻ പറ്റുന്നതല്ല. ഇവിടുത്തെ മാനസിക രോഗങ്ങൾക്ക് വേണ്ടി ചികിത്സിക്കുന്ന ഡോക്ടർമാർക്ക് ഇടപെട്ട് പരിഹരിക്കാൻ പറ്റുന്നതല്ല. ഇവിടുത്തെ വലിയ വലിയ ഉന്നത വിദ്യാഭ്യാസങ്ങൾ നൽകുന്ന കലാലയങ്ങൾക്ക് പരിഹരിക്കാൻ പറ്റിയതല്ല. രാത്രിയും പകലും ഷിഫ്റ്റുകളായി ജനങ്ങളെ നിരീക്ഷിച്ച് പട്രോളിംഗ് നടത്തി നിരീക്ഷണം നടത്തിക്കൊണ്ടിരിക്കുന്ന നിയമപാലകന്മാർക്ക് പരിഹരിക്കാൻ പറ്റതല്ല. സങ്കീർണമായ കേസുകളിൽ വിധി പറയുന്ന ഏറ്റവും ഇന്ത്യയിലെ അത്യുന്നതമായ നീതിപീഠങ്ങൾക്ക് പരിഹരിക്കാൻ പറ്റിയതല്ല സഹോദരങ്ങളെ. മനസ്സുകളാണ് പ്രധാനം, മനുഷ്യന്റെ മനസ്സ്. ഈ പ്രപഞ്ചത്തോളം വിശാലമായി കിടക്കുന്ന, സങ്കീർണമായി കിടക്കുന്ന മനുഷ്യന്റെ മനസ്സുകളെ കുറിച്ചാണ് ആലോചിക്കേണ്ടത്. വശംസി വളുഹാഹാ വൽഖമരി ഇദാ തരാഹാ വന്നഹാരി ഇദാ ജല്ലാഹാ വല്ലൈലി ഇദാ യഗ്ശാഹാ വസ്സമാഇ വമാ ബനാഹാ വൽ അർളി വമാ തഹാഹാ വനഫ്സിൻ വമാ സവ്വാഹാ. മനസ്സെന്താണെന്നും മനസ്സിന്റെ അവസ്ഥ എന്താണെന്നും അതിനെ നിർവചിക്കാനോ ഉത്തരം പറയാനോ സഹോദരങ്ങളെ മനുഷ്യർക്ക് സാധ്യമല്ല, മനഃശാസ്ത്രജ്ഞന്മാർക്ക് സാധ്യമല്ല.
മനസ്സിൽ നിന്ന് വരുന്ന പരിഭ്രമിക്കുന്ന ഇത്തരം പ്രവർത്തനങ്ങൾക്ക് പിന്നിലെ പ്രചോദനങ്ങളെ വിലയിരുത്തുവാൻ മനുഷ്യന്റെ ബുദ്ധിശക്തിക്കാവുകയില്ല. ഈ സങ്കീർണമായ പ്രപഞ്ചത്തിന്റെ സൃഷ്ടികർത്താവാരോ അവനാണ് മനുഷ്യന്റെ മനസ്സിനെ സൃഷ്ടിച്ചത്. നന്മയുടെയും തിന്മയുടെയും വികാരവിചാരങ്ങളെ പുറത്തേക്ക് കൊണ്ടുവന്നുകൊണ്ടിരിക്കുന്ന മനസ്സ്, അതിന്റെ സംവിധാനകരാരാണ്? വശംസി വളുഹാഹാ, സൂര്യൻ തന്നെയാണ് സത്യം, അതിന്റെ പ്രഭ തന്നെയാണ് സത്യം, പകൽ തന്നെയാണ് സത്യം. വശംസി വളുഹാഹാ വൽ ഖമരി ഇദാ തരാഹാ, അതിനെ തുടർന്ന് വരുന്ന രാത്രി, അതല്ലെങ്കിൽ ചന്ദ്രൻ തന്നെയാണ് സത്യം. വൽ ഖമരി ഇദാ തരാഹാ വൻ നഹാരി ഇദാ ജല്ലാഹാ വല്ലൈലി ഇദാ യഗ്ശാഹാ, രാത്രിയോടൊപ്പം ചന്ദ്രനോടൊപ്പം വരുന്ന രാത്രിയും അതേപോലെ തന്നെ സൂര്യനോടൊപ്പം വരുന്ന പ്രത്യക്ഷമായ പകലും, സത്യത്തിന്റെ നന്മയുടെ പ്രതീകമായ പകലും ഇരുട്ടിന്റെ തിന്മയുടെ പ്രതീകമായി നിൽക്കുന്ന രാത്രിയും അവ തന്നെയാണ് സത്യം. വസ്സമാഇ വമാ ബനാഹാ, രാത്രി ആകാശത്തെ പണി കഴിപ്പിച്ചവനാരോ? സീമകൾ നിർണയിക്കാൻ പറ്റാത്ത, അതിരുകൾ നിർണയിക്കാൻ നിശ്ചയിക്കാൻ പറ്റാത്ത പ്രവിശാലമായി കിടക്കുന്ന, തട്ടുകളായി അടുക്കടുക്കുകളായി കിടക്കുന്ന ആകാശത്തെ സൃഷ്ടിച്ച ശക്തി ഏതോ, അവന്റെ ശക്തിയെ കുറിച്ചറിയാൻ, അവന്റെ മഹത്വത്തെ കുറിച്ചറിയാൻ, അവന്റെ കഴിവുകളെ കുറിച്ചറിയാൻ വാനലോകത്തെ കുറിച്ച് പഠിച്ചാൽ മനസ്സിലാകും. വസ്സമാഇ വമാ ബനാഹാ വൽ അർളി വമാ ത്വഹാഹാ, ഗോളാകൃതിയിലാണെങ്കിലും മനുഷ്യന് നിവസിക്കത്തക്ക വിധത്തിൽ വിശാലമായി വിധാനിച്ചു കിടക്കുന്ന ഭൂമിയെ സൃഷ്ടിച്ച സൃഷ്ടികർത്താവേതോ, ആ ശക്തി ഏതോ, ആ കഴിവിന്റെ ഉടമസ്ഥനാരോ? വനഫ്സിൻ വമാ സമ്മാഹാ, അവനൊരു മനസ്സിനെ, വനഫ്സിൻ വമാ സമ്മാഹാ, മനസ്സിനെ അതിനെ സംവിധാനിച്ചവനാരോ, ശരിപ്പെടുത്തിയവനാരോ? സ്വന്തം പിതാവിനെ, മാതാവിനെ ഭയപ്പെടുത്തുവാൻ കത്തിയെടുക്കുന്നവൻ, സ്വന്തം പിതാവിന് പിന്നാലെ വടികൊണ്ടു കൂടുന്നവൻ, സ്വന്തം മാതാപിതാക്കളെ എവിടെയെങ്കിലും ഉപേക്ഷിച്ചുകൊണ്ട് ഭാര്യയോടൊപ്പം സ്വസ്ഥമായി ജീവിക്കണമെന്ന് വിചാരിക്കുന്നവർ, തനിക്ക് ശേഷിയുണ്ടായിട്ടും പണമുണ്ടായിട്ടും സ്വന്തം ചോരയിൽ പിറന്നവരെ തിരിഞ്ഞു നോക്കാത്തവർ, പൊങ്ങുന്ന ഒരാളെ രക്ഷപ്പെടുത്തണമെന്ന് വിചാരിക്കുന്നത് മനസ്സാണ്. ഒരു മനുഷ്യനെ നിർഭയം കൊലപ്പെടുത്തണമെന്ന് തീരുമാനിക്കുന്നതും മനസ്സാണ്. മനസ്സിനെ സൃഷ്ടിച്ച് സംരക്ഷിക്കുന്ന സങ്കീർണമായ മനസ്സിനൊരു ഉടമസ്ഥനുണ്ട്. വനഫ്സിൻ വമാ സവ്വാഹാ ഫഅൽഹമഹാ ഫുജൂറഹാ വതഖ്വാഹാ, മനസ്സിനെ ശരിപ്പെടുത്തിയ മഹാശക്തി തന്നെയാണ് സത്യം. അൽഹമഹാ ഫുജൂറഹാ വതഖ്വാഹാ, അത് മനുഷ്യന് രണ്ട് നിലക്കുള്ള നന്മക്കും അതേപോലെ തന്നെ ധർമ്മനിഷ്ഠക്കും അതേപോലെ തന്നെ അധർമ്മത്തിനും പ്രേരിപ്പിക്കുന്ന മനസ്സ് രണ്ടും മനസ്സിൽ തോന്നിക്കൊണ്ടിരിക്കും. ആ ചീത്ത പ്രചോദനങ്ങളെ അടിച്ചമർത്തി പുറത്തു വരാതെ പ്രതിരോധിച്ചു നിർത്തി നന്മയെ വളർത്തിക്കൊണ്ടുവരാൻ ആർക്ക് സാധിച്ചുവോ, ഖദ് അഫ്ലഹ മൻ സക്കാഹാ വഖദ് ഖാബ മൻ ദസ്സാഹാ, ഖദ് അഫ്ലഹ മൻ സക്കാഹാ, ആ മനസ്സിനെ ആര് പരിപോഷിപ്പിച്ച് വളർത്തിക്കൊണ്ടുവരുന്നുവോ, സംസ്കരിക്കുന്നുവോ, അവൻ വിജയിച്ചിരിക്കുന്നു. അല്ലാത്തവൻ പരാജയപ്പെട്ടിരിക്കുന്ന ഖുർആനാണ്. സഹോദരങ്ങളെ, ഈ മനസ്സിന്റെ ഉടമസ്ഥന്റെ അടുക്കൽ നിന്നല്ലാതെ മനസ്സുകളെ സംസ്കരിക്കാനുള്ള ഒരു നിയമനിർദ്ദേശം ലഭിക്കൂല. അതുകൊണ്ട് തന്നെ ലോകത്തിന് ലഭിച്ച ഏറ്റവും വലിയ അനുഗ്രഹം എന്താണെന്ന് ചോദിച്ചാൽ, മനുഷ്യനിവിടെ സമാധാനത്തോടെ സന്തോഷത്തോടെ ജീവിക്കുവാൻ മനുഷ്യന് ലഭിച്ച ഏറ്റവും വലിയ അനുഗ്രഹം എന്താണ് സഹോദരങ്ങളെ? പ്രാണവായുവാണോ? ജീവജലമാണോ? അല്ല, മനസ്സുകളിൽ